ബോധം വന്ന് വിളിച്ചു പറയുന്നത്, എന്നെ അടുത്തൊരു അവധിയിലേക്ക് റബ്ബേ നീ പിന്തിക്കുകയാണെങ്കിൽ ഞാൻ സദഖ ചെയ്തോളാം. എനിക്ക് ഒരുപാട് ബാലൻസ് ഉണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സമ്പത്തുകൾ എന്റെ കയ്യിലുണ്ട്, ഇതെല്ലാം വിട്ടേച്ച് പോവുകയാണല്ലോ റബ്ബേ, ഞാൻ സദഖ ചെയ്തോളാം. ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ടവനാകാമെന്ന് ഓരോ മനുഷ്യരും വിളിച്ചു പറയുമത്രേ. അവധിയെ തിന്മകളും കൂടുതൽ ചെയ്യാൻ കഴിയണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അവസാനിപ്പിക്കാൻ ദ്വായിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കും. 4 വരും, 5 വരും, 6 വരും. ഈ മൂന്നാം നന്മയാണോ കൂടുതൽ? ഒന്നുകൂടി ചോദിക്കും, നന്മയാണോ കൂടുതൽ, തിന്മയാണോ കൂടുതൽ? ഒന്നുകൂടി ചോദിച്ചു നോക്ക്, നന്മയാണോ കൂടുതൽ, തിന്മയാണോ കൂടുതൽ? നമ്മളെല്ലാവരെയും ആൻസർ എന്താണ്? തിന്മയായിരിക്കും കൂടുതൽ. നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ്. എപ്പോഴും മരിക്കാന്നറിയില്ല. അത് കുട്ടികൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പല്ലേ നമ്മൾ കണ്ടത്, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി അക്ഷയ സെന്ററിൽ പോയിട്ട് എന്തോ പൂരിപ്പിക്കാൻ പോയതാണ്. പെട്ടെന്ന് കഴിഞ്ഞു കൊണ്ട് മരിച്ചു. ഇവിടെ കബറില്ല. അത് പോയ പോലെ നമ്മളും പോകാലോ, ചെറുപ്പക്കാരാണ് അല്ലേ, പോകാം. അങ്ങനെ കബറിലേക്ക് പോകും. നമ്മളിപ്പോ അങ്ങ് മരിച്ചു പോയാൽ എന്തായിരിക്കും നമ്മളെ കഥ? ഒന്ന് ആലോചിച്ചത്. നന്മയാണോ കൂടുതൽ, തിന്മയാണോ? തിന്മയാണ് കൂടുതൽ. തിന്മയാണ് കൂടുതലെങ്കിൽ പരിഹരിക്കാനുള്ള ഒരു രാത്രിയാണ് അൽഹംദുലില്ലാഹ് ശഅബാനിലെ പരിശുദ്ധമായ രാത്രിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. റമദാനിലേക്ക് കടക്കാൻ വേണ്ടി വിശ്വാസികൾ വെമ്പൽ കൊള്ളുന്ന ഈ പരിശുദ്ധമായ ശഅബാനിലെ രാത്രിയിൽ നമുക്ക് കഴിഞ്ഞുപോയ തിന്മകൾക്ക് പരിഹാരം തേടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതിലേക്ക് തന്നെ വരാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ വിഷയം എന്താ? എല്ലാവരും പറയും എന്താണ്? ചെയ്തു പോയ തിന്മകൾ പൊറുപ്പിക്കുക. അല്ലേ? കഴിഞ്ഞു പോയ തിന്മകളൊക്കെ ഞാൻ വരൂല എന്ന് പറയാൻ കഴിയില്ല. അടുത്ത സമയത്തേക്ക് പിന്തിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇപ്പൊ ആയുസ്, മൂന്നാമത്തെ ആയുസിലുണ്ട്, മൂന്നാമത്തെ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞു പോയ തിന്മകളൊക്കെ പൊറുപ്പിക്കുക. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഈ രാത്രിയിൽ ഈ പള്ളിയുടെ ചാരത്തിരുന്നിട്ട് ഇടവച്ചാലിലെ ഈ ജമാഅത്ത് കമ്മിറ്റി വിളിച്ചപ്പോൾ കടന്നു വന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു നൽകിയൊരു സൗഭാഗ്യത്തിന്റെ സദസ്സാണ്. ഈ സദസ്സിൽ വെച്ച് കഴിഞ്ഞുപോയ ജീവിതത്തിലെ സകല പാപങ്ങളും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ട് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം.